4 വർഷം ദുബായിലേക്ക് പണിയെടുത്തത് എടാ എന്നാലും കെട്ടാൻ പോണ പെണ്ണിന് ആദ്യമായിട്ട് കാണുമ്പോ നിനക്ക് എന്തിനാ ഈ ചപ്പടാച്ചി ലുക്ക്? മൈ ലൈഫ് മൈ റൂൾസ്. ഈ കോലത്തിലുള്ള എന്റെ ഫോട്ടോ കണ്ടിട്ട് തന്നെയാണ് അവള് കല്യാണത്തിന് ഓക്കെ പറഞ്ഞത്. നിങ്ങൾ വണ്ടിയെടു. A few moments later. താങ്ക് യു. ജെറമിന് വിഗ് അത്രയ്ക്ക് ചേരുന്നില്ല. അതിനേക്കാളും ഈ ക്യാപ്പ് നന്നായിരിക്കും. My life, my rules, my custody. ജെറമിന് ഫസ്റ്റ് പെണ്ണാണല്ലോ അത്. സോറി. അതെ, ആര് ചേച്ചിയല്ലേ? ഞാൻ സീരിയലൊക്കെ കാണാറുണ്ട്. ചേച്ചിയുടെ വലിയ ഫാനാ. ഇതാരാ? ആ, എന്റെ ഉഡ്ബിയാണ്. എന്നാ പിന്നെ ശരി ചേച്ചി. താങ്ക് യു. ജെറമിന് വിഗ് അത്രയ്ക്ക് ചേരുന്നില്ല. അതിനേക്കാളും ഈ ക്യാപ്പ് നന്നായിരിക്കും. എങ്ങനെ ഒപ്പിച്ചളിയായി പെണ്ണിന്? നമ്മളും നടക്കണം. തേരാ പര നടക്കണം. എടേ, അവന്റെ ജോലിയുണ്ട്, അവന്റെ പൈസ ഉണ്ട്, അവന്റെ വീട്ടില് വസതിയുണ്ട്. അവർക്ക് ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് വേണം അല്ലടാ? പക്ഷെ ദൈവം ആളേന് മുടി മാത്രം കൊടുത്തില്ല. നീ ഇത് കണ്ട ആളെയാ? ഫ്ലാഷിന്റെ കിരണങ്ങൾ അവന്റെ ഉച്ചിയിൽ തട്ടി തെറിച്ചു പോകുന്നു. എന്തൊന്നു കഷ്ടം. അല്ലെങ്കിലും തങ്കം പോലത്തെ പെൺപിള്ളേർക്ക് നിന്നെ പോലത്തെ മൊണ്ണകളെ മതിയല്ലേ. എടാ മൊട്ടത്തല മാന്ത്രക്കെ നിനക്ക് പെണ്ണ് കിട്ടിയാടാ? ആ കഷണ്ടി തലയിൽ പുളിസായിട്ട് കഴിക്കാൻ ഒരു കൂട്ടായി. ഡേയ് മാമ, ഇതെങ്ങനെ ഒപ്പിച്ച്? ജെറമിന് വിഗ് അത്രയ്ക്ക് ചേരുന്നില്ല. അതിനേക്കാളും ഈ ക്യാപ്പ് നന്നായിരിക്കും. അവൻ കല്യാണം കഴിച്ചിട്ട് വേണം എനിക്ക് കെട്ടണം വേണ്ടെന്ന് ആലോചിക്കാൻ. പിന്നെ അത് അവിടെ തട്ടം താമ്പൂലം വെച്ചോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ കേട്ടായി. ആന്ധ്രാ എവന് കിട്ടിയെങ്കിൽ എനിക്ക് കിട്ടൂലേ? അത് ശരി തന്നെ. നമ്മളെ മണിയുണ്ടല്ലോ മച്ചാ, ഇവന്റെ കല്യാണം പ്രമാണിച്ച് പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നു. മൊട്ടേരെ കെട്ട് മച്ചാ എടുത്ത് നോക്ക്. അതാണ് നിന്റെ കല്യാണത്തിന് നമ്മൾ ഫ്ലെക്സ് അടിക്കാൻ പോണത്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മളത് അടിക്കും. ഡേയ്, കല്യാണത്തിന് മുമ്പ് വല്ല എണ്ണയാ പിണ്ണാക്കൊക്കെ വാങ്ങിച്ചു കഴിച്ച് നിന്റെ തലയിൽ മുടി വരുത്താൻ നോക്കും. തല പുത്തരി കണ്ട മൈതാനം പോലെ കിടന്ന് തിളങ്ങണ്. നിനക്കിനി എന്തൊക്കെ പറഞ്ഞാലും ട്രാൻസ്പ്ലാന്റ് ചെയ്യണത് മാത്രമേ വഴിയുള്ളൂ. ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ജെറമിന്റെ പ്രശ്നം എന്താണ്? തനിക്ക് തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതിൽ എന്റെ ലൈഫ് ഇൻവോൾവ് ആണ്. കാരണം എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മുഖത്ത് നോക്ക് ജയറാം. എനിക്കിപ്പോ കല്യാണം വേണ്ട. സത്യം പറ ജയറാം, തന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ അഫയർ. എനിക്കൊക്കെ പെണ്ണ് കിട്ടിയത് തന്നെ ഭാഗ്യം അല്ലേ അമ്മ? അതെന്താ അങ്ങനെ? തനിക്ക് എന്താ കുഴപ്പം? കുഴപ്പമില്ലേ? തനിക്ക് ഒരു കുഴപ്പവും തോന്നണില്ല? അതാ തോന്നിയിട്ടും തോന്നാത്തതായിട്ട് അഭിനയിക്കുകയാണോ? ഞാൻ ജീവിതത്തിൽ അഭിനയിക്കാറില്ല. താൻ വളച്ചിട്ടത് കാര്യം പറ. താൻ ഈ ലോകത്തല്ലേടോ ജീവിക്കുന്നത്? ഇപ്പൊ സോഷ്യൽ മീഡിയ നിറച്ച് ഞാനാണല്ലോ ചർച്ചാ വിഷയം. സെലിബ്രിറ്റിയെ കെട്ടാൻ പോകുന്ന മാമൻ, അതാണ് ടാഗ് ലൈൻ. ഇത്ര സില്ലി റീസണിന്റെ പേരിൽ കല്യാണം വേണ്ടെന്ന് നോക്കി നാണമില്ലേ? ഇത് കണ്ട, മുട്ടയുടെ കെട്ട് ഫ്രണ്ട്സ് കല്യാണത്തിന് വേണ്ടി തുടങ്ങിയ ഗ്രൂപ്പാ. ഞാനന്ന് തന്നോട് കള്ളം പറഞ്ഞതാ. തന്നെ കാണുന്നതിന് മുമ്പ് 76 പേരെ പെണ്ണ് കണ്ടിട്ടുണ്ട്. അവരൊക്കെ എന്നെ റിജക്ട് ചെയ്തത് ഈ കഷണ്ടിയുടെ പേരില്ല. ഇതെന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, കഷണ്ടി ആയിട്ടുള്ളവരുടെ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇത് എനിക്കൊരു സില്ലി റീസൺ അല്ല ആര്യ.